ഗുഡ് ഈവനിങ്. അയ്യോ, മറന്നുപോയോ? ഗുഡ് ഈവനിങ് ബ്രോ. എനിക്കറിയാം, ഇപ്പോഴത്തെ ട്രെൻഡ് ബ്രോയാ. നമുക്ക് ഒരുമിച്ച് പാടുന്ന, ക്രിസ്തുവിൽ ഒന്നായി നിലകൊള്ളുന്ന, കർത്താവിൽ ഒന്നായി തീരുന്ന വിശ്വാസ സമൂഹം, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ജീവിതയാത്രയിൽ ക്രിസ്തു നൽകുന്ന കരുത്ത് വലുതാണ്. നമ്മൾ പാട്ട് പഠിക്കുമ്പോഴും പാഠങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ആ കരുത്താണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മുടെ ഈ നാളുകളിലെ ബട്ടർഫ്ലൈസ് എല്ലാം തന്നെ, ഈ ബട്ടർഫ്ലൈസ് എപ്പിസോഡിൽ കൂടെ അനേക കുഞ്ഞുങ്ങൾ സാക്ഷീകരിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ബട്ടർഫ്ലൈസ് അനേകർക്ക് വെളിച്ചമായി തീരുന്നു. നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടു, ഡാൻസ് ചെയ്തു, കളിച്ചു എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തേത് ഒരു ഇംഗ്ലീഷ് സോങ് ആണ്. എല്ലാവർക്കും മഴവില്ലൊക്കെ ഇഷ്ടമാണോ? മഴവില്ലിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? റെയിൻബോ. അപ്പോൾ ഈ റെയിൻബോയെ പറ്റിയുള്ളൊരു പാട്ടാണ്. നമ്മൾ സാധാരണ ദൈവത്തെ പറ്റിയും ജീസസിനെ പറ്റിയുള്ള പാട്ടല്ലേ. ഇന്നെന്താ റെയിൻബോ? ഈ റെയിൻബോ ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ദൈവം തന്നെ അല്ലേ. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു സൈനാണ് ഈ റെയിൻബോ എന്ന് പറഞ്ഞു തരുന്ന പാട്ടാണ്. അപ്പോൾ ഈ റെയിൻബോ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ ബൈബിളിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതോ വായിക്കുന്നതോ ഒക്കെ എവിടെയാണ്? ആരുടെ ജീവിതം വായിക്കുമ്പോഴാണ്? യെസ്, ചിലരൊക്കെ പറയുന്നുണ്ട് നോഹയുടെ ലൈഫിൽ അല്ലേ. നോഹയുടെ കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കമൊക്കെ ശാന്തമായി എന്ന് കാണിക്കാനുണ്ടാക്കിയൊരു സൈനാണ് റെയിൻബോ. അന്ന് നോവ കണ്ട റെയിൻബോയാണ് നമ്മൾ ഇന്നും കാണുന്നത്. വെറുതെ റെയിൻബോ അല്ല. റെയിൻബോ ഈസ് എ സൈൻ ദാറ്റ് ഗോഡ് ഇസ് വിത്ത് അസ് ആൻഡ് ഗോഡ് ഇസ് ലീഡിങ് അസ്. അപ്പോൾ ദൈവത്തിൽ പ്രതീക്ഷ വെച്ച്, ഹോപ്പ് വെച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സൈനാണ് റെയിൻബോ. അപ്പോൾ ഈ റെയിൻബോയെ പറ്റിയുള്ള പാട്ട് നമുക്കൊന്ന് കേൾക്കാം. കൂടെ പാടുകയും ശ്രമിച്ചോണം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. R-A-I-N rainbow, looming up in the sky, filling us with new hope, as did Noah long ago. R-A-I-N rainbow, looming up in the sky, filling us with new hope, as did Noah long ago. As we pray, be like Noah, as we obey. Be like Noah as we know. Be like Noah as we grow. Be like Noah, listening to every word that God speaks to us, heeding to His commandments. Listening to every word God speaks to us, heeding to His commandments. R-A-I-N rainbow, a sign that God is with us in the past and at the present and the future forevermore. R-A-I-N rainbow, a sign that God is with us in the past and at the present and the future forevermore. La 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 la. La 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 la. കൊള്ളാം അല്ലേ? പാട്ട് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ കൂടെ ചെറിയ ബോട്ടൊക്കെ അല്ലെ ഷിപ്പൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ പാട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ. റെയിൻബോ ഈസ് എ സൈൻ ദാറ്റ് ഗോഡ് ഇസ് വിത്ത് അസ്. അപ്പോൾ റെയിൻബോ നോവയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അത് ഭയങ്കര ഒരു ഹോപ്പായിരുന്നു അല്ലേ. ഫില്ലിങ് അസ് വിത്ത് ന്യൂ ഹോപ്പ്. നോവയുടെ കാലത്തും ഇന്നും നമുക്ക് പുതിയൊരു ഹോപ്പ് തരുന്നൊരു സാധനമാണ്. നമുക്കിപ്പോൾ വലിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അതിലൂടെയെല്ലാം പലരും ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തും ദൈവം ഒരു ഹോപ്പ് ഇങ്ങനെ തരുന്നുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്നൊരു മെസ്സേജ് തരുന്നൊരു പാട്ടാണ്. എന്നാൽ പിന്നെ ഈ പാട്ടൊന്ന് ലൈൻ ബൈ ലൈൻ നമുക്കൊന്ന് പെട്ടെന്ന് പാടി നോക്കാം. R-A-I-N rainbow, പഠിക്കേ. R-A-I-N rainbow, looming up in the sky, looming up in the sky, filling us with new hope, filling us with new hope,
as did Noah long ago. അപ്പം പിന്നെ ഈ ലൈൻസ് പിടികിട്ടി അല്ലേ? സിമ്പിൾ സോങ് ആണ്. അപ്പം ഇതിൻ്റെ ആക്ഷനോടെ നമുക്ക് കൂടെ അങ്ങോട്ട് നോക്കാം. എങ്ങനെ? RAIN റെയിൻബോ, RAIN റെയിൻബോ. നിങ്ങൾക്ക് കൈയൊക്കെ പൊക്കി പിടിച്ച് ചെയ്യാം, കൈയൊക്കെ ഉയർത്തി പിടിച്ച് ചെയ്യാം. ഇപ്പം 4 സ്റ്റെപ്പ്. RAIN കണ്ടോ? റെയിൻബോ looming up in the sky, filling us with new hope, as did Noah long ago. Simple. അപ്പോൾ ലൈൻസും പഠിച്ചു, എൻ്റെ ആക്ഷനും പഠിച്ചു. അടുത്തത് as we pray be like Noah. കാണിച്ചേ, പഠിക്കേ. as we pray be like Noah. പിന്നെ as we obey be like Noah. പിന്നെ as we know be like Noah. as we grow be like Noah. അപ്പം 4 വരിയാണ്. as we pray be like Noah, as we obey be like Noah, as we know be like Noah, as we grow be like Noah. ഓക്കെ. എന്നിട്ട് എങ്ങനെയാണ് നോവ ചെയ്തത്? നോവ ഏത് രീതിയിലാണ് ദൈവത്തെ അനുസരിച്ചോ അതോ ഡിസൊബീഡിയൻ്റ് ആയിരുന്നോ? അനുസരിച്ചു അല്ലേ? ലിസ്ണിംഗ് ടു എവറി വേർഡ് ദാറ്റ് ഗോഡ് സ്പീക്ക് ടു us, heeding to his commandments. എങ്ങനെ? listening to every word that God speak to us, heeding to his commandments. ഒന്നുകൂടെ കാണിച്ചേ. listening to every word that God speak to us, heeding to his commandments. ഒന്നുകൂടെ കാണിക്കാവത്. listening to every word that God speak to us, heeding to his commandments. പിടിയിട്ടിയല്ലോ. എന്നിട്ട് പിന്നെയുള്ള സ്റ്റെപ്പിൽ, പിന്നെയുള്ള RAIN നമുക്ക് ലൈൻസ് ഇച്ചിരി മാറ്റമുണ്ട് അല്ലേ? RAIN റെയിൻബോ, അത് കറക്റ്റാണ്. പിന്നെ ഉള്ളത് a sign that God is with us. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള സൈനാണ് അല്ലേ? ഒന്നുകൂടെ ഒന്ന് പാടിക്കേ. RAIN റെയിൻബോ, a sign that God is with us. പിന്നെ in the past and at the present and the future forevermore. അപ്പം നോക്കണം. in the past and at the present and the future forevermore. ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് റെപ്പറ്റീഷനാണ്. പിന്നെ ലാസ്റ്റിൽ ഒരു ല ല ല ല ല ല ല ല. അന്നേരം നിങ്ങളുടെ 2 കൈകളെടുത്ത് ഇങ്ങനെ ബബിൾ ചെയ്യുക. അറിയാലോ, റോൾ ചെയ്യാൻ അറിയാമല്ലോ. ല 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 ല. അപ്പോൾ നിങ്ങളുടെ കാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. ചിലരൊക്കെ ഡാൻസ് അറിയാവുന്നവരുണ്ട്, അവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് മ്യൂസിക്കും ആക്ഷനും ഒക്കെ വെച്ച് ഇത് ഒരുമിച്ച് ഒന്ന് ചാടി എണ്ണീറ്റ് നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ എടുത്തോണം. അതന്നെ, ചെറിയ വേവ്സ്. 1 2 3 4. RAIN റെയിൻബോ, looming up in the sky, filling us with new hope, as did Noah long ago. RAIN rainbow, looming up in the sky, filling us with new hope, as did Noah long ago. As we pray, be like Noah. As we obey, be like Noah. As we know, be like Noah. As we grow, be like Noah. Listening to every word that God speaks to us, heeding to his commandments. Listening to every word that God speaks to us, heeding to his commandments. RAIN rainbow, a sign that God is with us, in the past and at the present and the future forevermore. RAIN rainbow, a sign that God is with us, in the past and at the present and the future forevermore. La 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 la. La 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 la. ഓക്കെ, ഗുഡ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ആക്ഷനൊക്കെ കളിച്ചു, നന്നായിട്ട് പാട്ടും പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് വെറുതെ പഠിച്ചാൽ പോരാ, ഇതിൻ്റെ മെസ്സേജ് മനസ്സിലാക്കി ജീവിക്കുകയും വേണം അല്ലേ? ആരാണ് നമുക്ക് റെയിൻബോ എന്ന ഹോപ്പ് നൽകി തന്നത്? ദൈവം തമ്പുരാൻ. അപ്പം ഈ മെസ്സേജും പാട്ടും ആക്ഷനും ഒക്കെ നിങ്ങളുടെ സൺഡേ സ്കൂളിലും സ്കൂളുകളിലും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ പോയി അവരെയും കൂടെ പഠിപ്പിക്കുകയും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഓക്കെ, ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്, താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച വീണ്ടും ഒരു പാട്ടുമായി കാണാം. ഗുഡ് ബൈ. കുഞ്ഞുങ്ങളെ, ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? എത്രാമത്തെയാ?
ഒന്നാമത്തെ, യെസ്, കറക്റ്റ്. ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് എല്ലാം സൃഷ്ടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സൂര്യന് പ്രകാശം കൊടുത്തവൻ ആരാണ്? യെസ്, ദൈവം. ചന്ദ്രനെയും നക്ഷത്രത്തെയും സൃഷ്ടിച്ചത് ആരാണ്? യെസ്, ദൈവം. ആദാമിനെ അവയെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. നമ്മളെ ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിൻ്റെ ചിറങ്കീഴിൽ നമുക്ക് വിനയപ്പെട്ട് ജീവിക്കാം, അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങി യാത്ര ചെയ്യാം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഥ കേൾക്കുന്ന ഇഷ്ടമല്ലേ? എന്നാൽ നമുക്കൊരു കഥ കേൾക്കാം. ആരെക്കുറിച്ചാണ് ഇന്ന് കേൾക്കാൻ പോകുന്നതെന്ന് അറിയാമോ? മോശക്കുഞ്ഞിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് അങ്ങ് പണ്ട് അങ്ങ് മിസ്രയീം ദേശത്ത് ഇസ്രയേൽ മക്കളെല്ലാം ഇങ്ങനെ അടിമകളായി ജീവിക്കുക. അപ്പോൾ അവിടെ ഭരിക്കുന്നതാരാ? ഫറവോൻ എന്ന് പറയുന്ന ഒരു വലിയ രാജാവ്. ആ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു വലിയ കൽപ്പന പുറപ്പെടുവിച്ചു. ആ രാജ്യത്ത് ഇസ്രയേൽ മക്കൾക്കുണ്ടാകുന്ന എല്ലാ ആൺതരികളെ എന്തു ചെയ്യും? കൊന്നൊടുക്കണം. അങ്ങനെ ഇരിക്കെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞ് കാണുവാൻ വളരെ മനോഹരനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ സഹോദരിക്കും ഈ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ഒരു താല്പര്യവുമില്ലായിരുന്നു. ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കുഞ്ഞിനെ ഒളിപ്പിച്ച് വെച്ചു. കുറേ നാൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി അധിക നാൾ കുഞ്ഞിനെ ഇങ്ങനെ ഒളിപ്പിച്ച് താമസിക്കുവാൻ അല്ലെങ്കിൽ ഒളിപ്പിച്ച് പാർപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിനവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ സഹോദരിയുടെ പേര് മിരിയാമെന്നായിരുന്നു. ഈ സഹോദരി അമ്മയും കൂടെ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു വലിയ പേടകം പോലൊരു ചെറിയ കുട്ടയുണ്ടാക്കിയിട്ട് ആ കുട്ടയ്ക്കകത്തിൽ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് അടുത്തുള്ള ഒരു തടാകത്തിൽ കൊണ്ടുപോയി ഞാങ്ങണ എന്ന് പറയുന്ന ചെടിയുടെ ഇടയിൽ വെച്ചു കഴിഞ്ഞിട്ട് അമ്മ ഇറങ്ങി വന്നു. എന്നാൽ സഹോദരിയായ മിരിയാം എന്ത് ചെയ്തു? ഈ കുഞ്ഞിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ പാത്ത് അവിടെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആരവം കേൾക്കുന്നു. എന്തുവാണെന്നറിയാമോ? ആ ഫറവോൻ്റെ മകൾ അവിടെ കുളിക്കുവാനായിട്ട് വരികയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഈ ഫറവോൻ അല്ലെങ്കിൽ ഈ കുളിക്കുവാൻ വന്ന സ്ത്രീ എന്തോ പറഞ്ഞു? ആരാ കരയുന്നേ നോക്ക്. അങ്ങനെ ദാസിമാരെല്ലാവരോടും ഇങ്ങനെ തപ്പി പോയപ്പോൾ ഈ ഞാങ്ങണയുടെ ഇടയിൽ ഒരു കുട്ടയിൽ ആര് കിടക്കുന്നു? ഈ കുഞ്ഞ് കിടക്കുകയാണ്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ റാണി പറഞ്ഞു, ഏതേലും ഇസ്രയേലിൻ്റെ കുഞ്ഞായിരിക്കണം, കൊല്ലാതിരിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കണം. എന്തായാലും ഇവൻ കാണാൻ വളരെ ഭംഗിയുള്ളവനായതുകൊണ്ട് നമുക്കിവനെ വളർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആ റാണി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം ആര് കാണുന്നുണ്ട്? ഈ സഹോദരിയായ മിരിയാം കാണുന്നുണ്ട്. മിരിയാം ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു, നമ്മളുടെ കുഞ്ഞിനെ ആര് കൊണ്ടുപോയി? ഈ റാണി എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ റാണി ഈ കുഞ്ഞുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് മുലയൂട്ടുവാനായിട്ടൊരു സ്ത്രീയെ ആവശ്യമുണ്ട്. അതറിഞ്ഞ് മിരിയാം എന്ത് ചെയ്തു? സ്വന്തം അമ്മയെ തന്നെ ഈ കുഞ്ഞിന് മുലയൂട്ടുവാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ ആർക്ക് വളർത്തുവാൻ സാധിച്ചു? ഈ മാതാവിനും സഹോദരിക്കും വളർത്തുവാനായിട്ട് സാധിച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് ആര്? മോശക്കുഞ്ഞ് എന്ന് പറയുന്നത്.
ഇസ്രയേൽ മക്കളെ ഈ ഫറവോൻ്റെ കയ്യിൽ നിന്ന് പിന്നീട് വിടുവിച്ചുകൊണ്ട് വരുന്നത് ആരാ? ഈ മോശയായിരുന്നു. ദൈവം അതിനു വേണ്ടിയാണ് ആ മോശയെ നശിപ്പിച്ച് കളയാതെ തിരഞ്ഞെടുത്തത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം അത് നടപ്പിലാക്കുന്നവനാണ്. മോശയുടെ ജീവിതത്തിൽ നിന്ന് അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞുവെങ്കിലും ഈ മോശ മാത്രം രക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? സ്വന്തം ജനതയെ ആ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാനായിട്ടായിരുന്നു. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവിക ഉദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, കഥ എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് നമ്മളെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. അതിന് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. അതിന് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ ബൈ. കുഞ്ഞുങ്ങളെ, നമ്മൾ പാട്ട് പഠിച്ചു, കഥ പഠിച്ചു. ഈ പാട്ടും കഥയും നമുക്ക് തരുന്നോ ഈ എനർജി. യെസ്, എന്താണ് എനിക്ക് കാണാം അവിടെ ജോഷുവായും ജോനത്താനും റോബിനും ജോബിനും ജെസ്സിക്കായും ജാസ്ലിനും ജോയലും ജോയാനായും ഒക്കെ ഇങ്ങനെ യെസ്, ഇതൊക്കെ നമുക്ക് കരുത്ത് നൽകുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പാട്ടും കഥകളൊക്കെ നമ്മളെ അവിടുന്ന് മോൾഡ് ചെയ്യുക. ടു ബി വിത്ത് ക്രൈസ്റ്റ്, ഓൾവേസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ചില ഗീതങ്ങളും ചില കഥകളുമാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. നമ്മുടെ സാം മാത്യു അച്ഛൻ പപ്പറ്റുമായിട്ട് വന്നിട്ടുണ്ട്. കേൾക്കാം, അനുസരിക്കാം. അച്ഛൻ എന്തോ ആൻറ്റി, എന്താ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചത്? അച്ഛാ, ഇവനെ കൊണ്ട് ഒരു എന്ത് പറ്റി? ഇവനെ കണ്ട് ആൻറ്റി കരയാതെ കാര്യം പറ. ഇവനെ കണ്ട് ഭയങ്കര ശല്യോ. അയ്യച്ച, കരഞ്ഞ് 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 അടുത്ത്. എന്താ വിഷയം? എന്താടാ മോനെ? ഐ ഡോണ്ട് നോ. ആൻറ്റിയോട് ചോദിക്കാനാ ഇവൻ പറയുന്നത്, ഇവനൊന്നും അറിയത്തില്ലെന്ന്. അച്ഛാ, എത്ര നേരമാ ഇവനീ അകയിലും കൊണ്ടിരിക്കുന്നറിയാമോ? ഞാൻ ടൈം കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ട്, 6 മണിക്കൂർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ കേട്ട് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഗെയിം കളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ ഫോൺ എടുക്കുകയാണ്, അങ്ങേരുടെ ഫോൺ എടുക്കുകയാണ്. ഏത് സമയത്തും അവൻ ഫോണിൽ തന്നെയാണ്. ആണോ മോനെ? നിനക്കത് ഇപ്പോൾ എത്ര വയസ്സായി? ഫോൺ നോക്കുന്നതിന് വയസ്സൊന്നും ഇല്ല അച്ഛാ, അച്ഛനും നോക്കാം. ആഹാ, ഇതാണോ നിൻ്റെ മറുപടി? മോനെ, അത് അപകടമാണ്. ഒന്ന് നിൻ്റെ കണ്ണടിച്ചു പോകും, നിൻ്റെ പഠിക്കാനുള്ള സമയം പോകും, അവസാനം ഇത് അഡിക്റ്റഡ് ആകും. ഇതിന് അഡിക്റ്റഡ് ആയച്ചാ. ഏത് സമയം രാത്രിയിൽ എത്ര നേരം ഇരിക്കണമെന്നറിയാമോ? ഞാനങ്ങ് ഇരിക്കുന്നില്ല. ഞാൻ കുറച്ചു നേരം കാണും, പിന്നെ കിടന്നുറങ്ങും. നീ ഇന്നലെ കേടെ ഉറങ്ങിയേ? 4 മണി അതല്ല സമയമാണോ? 4 മണിക്കോ? നീ പിന്നെ എപ്പോഴാണ് ഉറങ്ങുന്നേ? നീ പിന്നെ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നേ? ഇത് ശരിയല്ല കേട്ടോ, ഇത് അപകടമാണ്. നിന്റെ ജീവിതം തന്നെ നശിച്ചു പോകും. പറഞ്ഞു കൊടുക്കച്ച, ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു കാര്യമില്ല. മകലും കൊണ്ടിരിക്കുക രാത്രി രാത്രി മുഴുവൻ, ഉറക്കമില്ല, ഒന്നുമില്ല, ഊണമില്ല. ഭക്ഷണം കഴിക്കാൻ വന്നാലും ഇത് വെച്ചോണ്ടാ കഴിക്കുന്നേ. ഞാൻ ഓയിൽ നോക്കി കഴിച്ചാൽ എന്നാ തെറ്റ്? കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചത് ഭക്ഷണത്തിന് പകരം ഓയിലെടുത്ത് ഓയിലോട്ട് വെക്കുന്ന കണ്ട്. ആണോടാ? നീ മിക്കണക്കിന് മൊബൈൽ വിഴുങ്ങുമോ? ഇതൊക്കെ ചുങ്ങാ അറിയുന്നതാ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അകലും കൊണ്ട് ജീവിക്കൂ. ഇതാച്ചാ, ഞാനിനി എന്താ ചെയ്യണ്ടേ? ഡോക്ടറെ കാണിക്കണോ? ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, ആ ഒരവസ്ഥയിലോട്ടൊന്നും ആയിട്ടില്ല. പക്ഷേ കുഞ്ഞേ,
യെസ് അച്ഛൻ. നീ മൊബൈൽ യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തില്ല. മൊബൈൽ യൂസ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് ലെസൺസൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ മൊബൈൽ ആവശ്യമില്ലേ? യെസ് അച്ഛൻ. പക്ഷേ അതിന് പകരം നീ ആവശ്യമില്ലാത്ത സൈറ്റുകളിൽ കയറുവാനും വെബ്സൈറ്റുകളിൽ കയറുവാനും സമയം പാഴാക്കാനും ഇടയാക്കല്ല, കേട്ടോ. നിനക്ക് രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ? യെസ്. അതുകൊണ്ട് രാത്രി മുഴുവൻ മൊബൈൽ കൊണ്ടിരിക്കുന്നത് ശരിയാണോ? അല്ല. അങ്ങനെ ഉണ്ടാവരേ, അച്ഛൻ അറിയട്ടെ. ഞാനാ പറയുന്നത്. മമ്മി പറഞ്ഞത് എന്നാ തെറ്റെന്നാ? മമ്മി പറഞ്ഞത് ശരിയല്ലേ? അതുകൊണ്ട് മോന് മൊബൈൽ ഉപയോഗം കുറയ്ക്കണം. 4 മണിക്കൂർ. 4 മണിക്കൂറൊന്നും പറ്റത്തില്ല. 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ്. 30 മിനിറ്റ്. ഇനി ആ പ്രായമേ ആയിട്ടുള്ളൂ. 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൊബൈൽ ഉപയോഗം കുറച്ചിട്ട് മൊബൈൽ മമ്മിയെ ഏൽപ്പിക്കണം. എഗ്രീഡ്? നോക്കട്ടെ. നോക്കിയാൽ പോരാ. ഇത് നീ ഇന്ന് നോക്കിയില്ലെങ്കിൽ നിൻ്റെ ജീവിതം മുമ്പോട്ട് പോകും തോറും അപകടകരമാകും. അച്ഛാ, 30 മിനിറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 30 മിനിറ്റ്സ് ഞാൻ തരാം. അവധി ദിവസങ്ങളിൽ കൂടുതൽ ചെയ്തോട്ടെ. പക്ഷെ കടുത്തുള്ളവൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അച്ഛാ. ശരിയല്ല മോനെ, അങ്ങനെ ചെയ്യല്ല കേട്ടോ. ഓക്കെ, മമ്മിയോടൊന്ന് സോറി പറഞ്ഞേ. എന്തിനാ? മോന് എക്സസീവ് ഉപയോഗം ഉണ്ടായിരുന്നില്ല മൊബൈലിൻ്റെ. അത് ശരിയല്ല. മമ്മി പറഞ്ഞില്ലേ മണിക്കൂറുകളും രാത്രിയൊക്കെ നീ ഇരിക്കുമെന്ന്. അതുകൊണ്ട് അതിനൊരു സോറി പറ. സോറി. ഓക്കെ കുഞ്ഞേ, നിന്റെ തന്നയ്ക്ക് വേണ്ടിയല്ലേ കറിയുന്നേ? നിന്നെ ആശക്കാരനാക്കാനാണ്. നീ നന്നായി കടിക്കാനല്ലേ അറിയുന്നേ? അങ്ങക്ക് തന്നെ ഇഷ്ടമല്ലേ? സോറി അങ്ങേ, ഞാനിനി അത് സൂക്ഷിച്ചോളാം. ഓക്കെ, മമ്മി ഇനി തരും മൊബൈൽ. എഗ്രീഡ്? മമ്മി തരും, നോക്കും, മമ്മി തിരിച്ചു വാങ്ങും. തിരിച്ചു വാങ്ങിക്കുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് എന്നും പറഞ്ഞ് വേസ്റ്റ് ആക്കരുത്. അച്ഛൻ. പ്രിയ കൂട്ടുകാരെ, മൊബൈലൊക്കെ നല്ലതാണ്. നമുക്കെല്ലാ മൊബൈലും ആവശ്യവുമാണ്. പക്ഷേ ഈ പ്രായത്തിൽ തന്നെ നിങ്ങളതൊരു കൺട്രോൾഡ് യൂസ് ഉണ്ടാകണം. എക്സസീവ് മൊബൈൽ യൂസ് ഒരുപാട് അപകടങ്ങളിലേക്കും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും ഒരുപാട് കുഞ്ഞുങ്ങളെ നയിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുമ്പോൾ മാതാപിതാക്കൾ നൽകുന്ന സമയം മാത്രം അത് ഉപയോഗിക്കുക, എൻജോയ് ചെയ്യുക, അവരെ അനുസരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹലോ, കേട്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ സ്ക്രീനിങ് ടൈം എത്ര? 10 മണിക്കൂറോ? പപ്പായോടും മമ്മിയോടും എത്ര നേരം സംസാരിക്കുന്നു? ഇല്ല. ആരോടാ പിന്നെ സംസാരിക്കുന്നത്? ഫ്രണ്ട്സ്, GF, GB ഓർ BF? ആരോടാ സംസാരിക്കുന്നത്? പലരോടാണോ? ഇന്ന് നമ്മുടെ എല്ലാം സ്ക്രീൻ ടൈമും നമ്മുടെ എല്ലാം മൊബൈൽ ഉപയോഗം കൂടുതലാണ്. വി ആർ അഡിക്റ്റഡ്, ഇല്ലയോ? ലൈഫിനോട് അഡിക്റ്റുള്ള എത്ര പേരുണ്ട്? നമ്മൾ മൊബൈൽ അഡിക്റ്റ് ആയതോടുകൂടെ പപ്പായോടും മമ്മിയോടുമുള്ള തർക്കുത്തരം കൂടിയില്ലേ? നമ്മൾ അഡിക്റ്റ് ആയതോടുകൂടി നമ്മുടെ ഉറക്കം മാറിപ്പോയില്ലേ? അഡിക്റ്റ് ആയതോടുകൂടി നമ്മുടെ ടൈമിംഗ് എല്ലാം തെറ്റിയില്ലേ? ഹെൽത്ത് ഡൗൺ ആയില്ലേ? അങ്ങനെയെങ്കിൽ ജീവിതത്തെ അഡിക്റ്റ് ആക്കാം. മൊബൈലിന് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അതിൽ ജീവിതത്തെ നന്മയാക്കി തീർക്കും. ദൈവം അനുഗ്രഹിക്കുന്ന അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. ുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരുമ്പരെയൊന്നിനെ കാണാതെയും പോയി. നൂറാടുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരുമ്പരെയൊന്നിനെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. നൂറാടുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി,
തിരികെ വരും വരെ ഒന്നിനെ കാണാതെയും പോയി. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടെ. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാൻ ആകുമോ കുഞ്ഞാടെ. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വരെ ഒന്നിനെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വരെ ഒന്നിനെ കാണാതെയും പോയി. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച് പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ.